മൊഡ്യൂൾ 3-ലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. ബയോ കെമിസ്ട്രി. കെമിസ്ട്രി എന്താണെന്ന് നമുക്കറിയാം. കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് കെമിക്കൽസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽസിനെ കുറിച്ചും രാസവസ്തുക്കളെ കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള പഠനം, അവയുടെ സ്വഭാവത്തെക്കുറിച്ചും അനുബന്ധമായിട്ടുള്ള മറ്റു ക്യാരക്ടറുകളെ കുറിച്ചുമുള്ള പഠനമാണ് കെമിസ്ട്രി. എന്നാൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ it is the branch of science which deals with chemicals and physiochemical processes and substances that occurs within living organisms. ജീവനുള്ള വസ്തുക്കളുടെ ഉള്ളിൽ കാണപ്പെടുന്ന കെമിക്കലുകളെ കുറിച്ചും അവയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് ബയോകെമിസ്ട്രി. വേണമെങ്കിൽ നമുക്ക് പറയാം ജീവന്റെ കെമിസ്ട്രി. ഒരു ജീവനുള്ള വസ്തുവിന്റെ ശരീരത്തിൽ അഥവാ കോശങ്ങളിൽ കാണപ്പെടുന്ന രാസവസ്തുക്കൾ, ആ രാസവസ്തുക്കളുടെ പ്രവർത്തനം. ജീവനുള്ള ഒരു ശരീരം അല്ലെങ്കിൽ വസ്തു എന്ന് നാം പറയുമ്പോൾ, ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പറയുമ്പോൾ അതിലെ കോശങ്ങള്, ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണം, ബ്ലഡിൽ കാണുന്ന വസ്തുക്കള്, ആ വസ്തുക്കളുടെ കെമിസ്ട്രി, അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ്, അതെല്ലാം ബയോകെമിസ്ട്രിയിൽ വരും. അതുപോലെ നമ്മളുടെ കോശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് കെമിക്കൽസ് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ തുടങ്ങി പല മൂലകങ്ങളും നമ്മളുടെ ശരീരത്തിൽ ധാരാളമായി കാണപ്പെടുന്നു. ഈ വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സ് അഥവാ മൂലകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായ നിർമ്മിതി, ദ ബേസിക് യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് കോൾഡ് സെൽ, കോശങ്ങളാണ്. ആ കോശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും കോശങ്ങളുടെ ഉള്ളിലുള്ള കോശദ്രവ്യം അല്ലെങ്കിൽ അതിന് പുറമേയുള്ള ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ്, ബ്ലഡ്, യൂറിൻ, എല്ലാ വസ്തുക്കളും അടിസ്ഥാനപരമായിട്ട് രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ്. ഇങ്ങനെയുള്ള ആ രാസവസ്തുക്കളെ കുറിച്ചും ആ കെമിക്കൽസിനെ കുറിച്ചും അവ മൂലമുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ ഘടനയെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും എല്ലാം പഠിക്കുന്ന ആ വിശാലമായ ശാസ്ത്ര ശാഖയാണ് ബയോകെമിസ്ട്രി. ഇപ്പൊ ഈ ബയോകെമിസ്ട്രിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ് പാഠ്യ വിഷയം. എന്താണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഈസ് ദ ഡിവിഷൻ ഓഫ് ലബോറട്ടറി മെഡിസിൻ that deals with measurement of chemicals, both natural and unnatural, in blood, urine and other body fluids. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള കെമിക്കൽസിന്റെ മെഷർമെന്റ് ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക. ഈ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നോർമലായി കാണുന്നവയുണ്ട്, അബ്നോർമലായി കാണുന്നവയുണ്ട്. നോർമലായി കാണുന്ന പല കെമിക്കൽസിന്റെയും അളവ് ശരീരത്തില് ക്രമാതീതമായിട്ട് വർദ്ധിച്ചാൽ അത് അബ്നോർമൽ ആവും. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നോർമലി കാണാറുണ്ട്. ഒരു ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ 70 മുതൽ 110 വരെ മില്ലിഗ്രാം. അപ്പൊ ഗ്ലൂക്കോസ് ഒരു നോർമൽ കണ്ടന്റ് ആണ്. ഇതേ നോർമൽ കണ്ടന്റ് ആയ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ചില രോഗങ്ങളുടെ ലക്ഷണമാണ്. മറ്റൊരു നോർമൽ കണ്ടന്റ് നമുക്കറിയാം, ബിലിറൂബിൻ. ഈ ബിലിറൂബിനും നമ്മുടെ ശരീരത്തിൽ 1 മില്ലിഗ്രാമിൽ ഒതുങ്ങുന്ന രീതിയിൽ നോർമലായി കാണുന്ന വസ്തുവാണ്. പക്ഷെ ബിലിറൂബിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് അബ്നോർമലായി, ജോണ്ടീസ് എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണമാണ്, രോഗത്തിന്റെ കാരണമാണ് ഈ ബിലിറൂബിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നത്. ഇപ്പൊ യൂറിനെ സംബന്ധിച്ച് യൂറിനില് ഒരുപാട് ഘടകങ്ങൾ നോർമലായിട്ട് കാണാം, ഒരുപാട് ഘടകങ്ങൾ അബ്നോർമൽ ആയിട്ടും യൂറിനിൽ പ്രത്യക്ഷപ്പെടാം. ഒരു ഉദാഹരണം, ബ്ലഡിൽ ഗ്ലൂക്കോസ് നോർമൽ ആണെങ്കിൽ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് അബ്നോർമൽ അഥവാ അൺനാച്ചുറൽ ആണ്. ഇപ്പൊ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു രോഗലക്ഷണമാണ്. ചുരുക്കത്തിൽ നമ്മളുടെ ശരീരത്തിൽ കാണുന്ന നോർമലും അബ്നോർമലുമായിട്ടുള്ള അല്ലെങ്കിൽ നോർമലായ വസ്തുക്കളുടെ ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന നിലവാരവും ഇതെല്ലാം പല രോഗങ്ങൾക്ക് കാരണമാകാം. ഇപ്രകാരം രോഗനിർണയത്തിന് സഹായിക്കുക എന്നുള്ളതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയുടെ പ്രധാന ലക്ഷ്യം.
അപ്പോൾ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഡിറ്റക്ടിങ് ഹെൽത്ത് പ്രോബ്ലംസ്, നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ. ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതേ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിച്ച് കഴിയുമ്പോൾ അത് നോർമലിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അത് സംബന്ധമായിട്ടുള്ള രോഗം നമുക്കുണ്ട്. പ്രധാനമായിട്ട് മുമ്പ് നമ്മൾ കേട്ടതാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗത്തിലാണ് ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂടുതലായി കാണുകയും അതേപോലെ ഗ്ലൂക്കോസ് യൂറിനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് ആ രോഗത്തിലാണ്. അപ്പൊ അതുപോലുള്ള ധാരാളം രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി പരിശോധനകൾ നാം ഉപയോഗപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഉപയോഗം ഡിറ്റർമൈനിങ് പ്രോഗ്നോസിസ്. ഡയഗ്നോസിസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു രോഗം കണ്ടുപിടിക്കുന്നതിനാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന്റെ പോക്ക്, അതിന്റെ ഗതി, അതിന്റെ പ്രോഗ്രസ് എങ്ങനെ എന്നുള്ളതാണ് പ്രോഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഗുഡ് പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത് ആ രോഗം നല്ല രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കി അത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമ്പോൾ നാം അതിന് ഗുഡ് പ്രോഗ്നോസിസ് എന്ന് പറയുന്നു. എ ബാഡ് പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ആ രോഗം വഷളായി വരുന്നു. ഇപ്പൊ രോഗത്തിന്റെ ഗതി നിർണ്ണയിക്കാനായിട്ട് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഡയബറ്റീസ് മെലിറ്റസ് ചികിത്സിക്കുന്ന ഒരാൾക്ക് ചികിത്സ ഫലപ്രദമാണോ എന്നറിയാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് നാം എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മെഡിസിൻ കൊടുത്തതിന് ശേഷം ഒരു പ്രത്യേക മെഡിസിൻ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ പ്രോഗ്നോസിസ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ബാഡ് പ്രോഗ്നോസിസ് എന്ന് നാം മനസ്സിലാക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ട് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നു. മൂന്നാമത് ഗൈഡിങ് ദ തെറാപ്പി ഓഫ് എ പേഷ്യന്റ്. മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നു. ആ മെഡിസിൻസ് കൊടുക്കുമ്പോൾ അത് പ്രകാരമുള്ള പേഷ്യന്റ് പ്രതികരണം, അത് പേഷ്യന്റ് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ചില മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ മെഡിസിന്റെ ബ്ലഡ് ലെവലൊക്കെ നമുക്ക് ക്ലിനിക്കൽ ബയോകെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാനാകും. ഇപ്പൊ ഡിറ്റക്ടിങ് ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഞാൻ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസിന്റെ ഉദാഹരണം മാത്രമേ പറഞ്ഞു. പക്ഷെ നമുക്കറിയാവുന്ന ഒരുപാട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങള്, ഹാർട്ട് സംബന്ധിക്കുന്ന രോഗങ്ങള്, അതുപോലെ നമ്മുടെ ഏത് അവയവത്തെ സംബന്ധിക്കുന്ന രോഗങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അത് ബയോകെമിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. ബയോകെമിസ്ട്രിയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. കെമിക്കൽസിനെ കുറിച്ച് നാം മുമ്പ് പഠിച്ചിരുന്നു. കെമിക്കൽസിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ യൂസേജും സ്റ്റോറേജും അങ്ങനെയുള്ള വിശദമായ കാര്യങ്ങൾ നാം പഠിച്ചിരുന്നു. ഇവിടെ നാം ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന റിയേജന്റുകളുടെ ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് ആണ് നാം മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി ലബോറട്ടറി റിയേജന്റ് ഗ്രേഡ്, LR ഗ്രേഡ്. ഇപ്പൊ ബയോകെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന റിയേജന്റുകളുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിയേജന്റുകളുടെ ലേബലുകളൊക്കെ പരിശോധിച്ചാൽ അതിന്റെ പുറമെ ഇത്തരത്തിലുള്ള ചില എഴുത്തുകൾ കാണാറുണ്ട്. ചിലപ്പോൾ നാം കാണുന്നത് LR ഗ്രേഡ് എന്നായിരിക്കാം. LR ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി റിയേജന്റ് ഗ്രേഡ്. സാധാരണ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള റിയേജന്റുകളാണ് നാം ഉപയോഗിക്കുക. ഇവയുടെ പ്രത്യേകത, ഇത് ഒരു ഹൈ പ്യൂരിറ്റി ഉള്ള റിയേജന്റ് ആയിരിക്കില്ല. അതിന്റെ പ്യൂരിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്രകാരമുള്ള റിയേജന്റ്സ് നമുക്ക് സാധാരണ ചെയ്യുന്ന റുട്ടീൻ ആയിട്ടുള്ള ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസിന് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഒരു ഉദാഹരണം സോഡിയം ക്ലോറൈഡിന്റെ പല ഗ്രേഡിലുള്ള സോഡിയം ക്ലോറൈഡ് അവൈലബിൾ ആണ്. ഇപ്പൊ LR ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു 99% സംതിങ് ആ രീതിയിലുള്ള ഒരു പ്യൂരിറ്റി ആയിരിക്കും അതിനുണ്ടാകുക. അതേപോലെ എല്ലാ കെമിക്കൽസും വ്യത്യസ്തമായ ഗ്രേഡുകളിൽ അവൈലബിൾ ആണ്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന റിയേജന്റിന്റെ ഏറ്റവും താഴ്ന്ന ഗ്രേഡാണ് ലബോറട്ടറി റിയേജന്റ് അഥവാ LR ഗ്രേഡ്. രണ്ടാമത് അനാലിറ്റിക്കൽ റിയേജന്റ് ഗ്രേഡ് അഥവാ AR ഗ്രേഡ്. അനാലിറ്റിക്കൽ റിയേജന്റ് ഗ്രേഡ് അഥവാ AR ഗ്രേഡ്. ഹൈലി പ്യൂരിഫൈഡ് ഫോം യൂസ്ഡ് ഫോർ അഡ്വാൻസ്ഡ് ലബോറട്ടറി യൂസസ്. കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റുട്ടീൻ എന്ന ആ നിലവാരത്തിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി ടെസ്റ്റുകൾക്കാണ് നമ്മൾ
AR അഥവാ അനാലിറ്റിക്കൽ റിയേജന്റ് ഗ്രേഡ് കെമിക്കൽസ് ഉപയോഗപ്പെടുത്തുക. Then primary standards. Primary standards. Standard എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അളവുകോലിനാണ് നാം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ചില കെമിക്കൽസ് അത് വളരെ പ്യുവർ ഫോമില്, ക്രിസ്റ്റലൈൻ പ്യുവർ ഫോമില് അവൈലബിൾ ആണ്. അതായത് അങ്ങനെയുള്ള ആ കെമിക്കൽസിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇംപ്യൂരിറ്റീസ്, ചിലപ്പോൾ അത് വെള്ളമായിരിക്കാം, വാട്ടർ കണ്ടന്റ് ആയിരിക്കാം, അതുപോലുള്ള ഇംപ്യൂരിറ്റീസ് അങ്ങനെയുള്ള കെമിക്കൽസിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദാഹരണം ഓക്സാലിക് ആസിഡ്, മറ്റൊന്ന് സോഡിയം ബൈകാർബണേറ്റ്. ഈ കെമിക്കൽസ് വാട്ടറിനെ ഒന്നും അബ്സോർബ് ചെയ്യില്ല. 1 ഗ്രാം ഓക്സാലിക് ആസിഡ് നമ്മൾ വേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഓക്സാലിക് ആസിഡിന്റെ കണ്ടന്റ് 1 ഗ്രാം തന്നെ ഉണ്ടാകും. അത് തന്നെയാണ് സോഡിയം ബൈകാർബണേറ്റിന്റെയും ഒരു ഉദാഹരണത്തിൽ പറയപ്പെടുന്നത്. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്നാണ് ഇങ്ങനെയുള്ള കെമിക്കൽസ് നാം പറയുന്നത്. അതായത് അത്തരത്തിലുള്ള കെമിക്കൽസ് നമ്മൾ വേ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ആണ് എടുത്തത് അത്രയും ആ കെമിക്കൽസ് പ്യുവർ ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആണ്. സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്യൂരിറ്റി കുറവായിരിക്കും. നമ്മളത് വേ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിലുള്ള ആക്ച്വലി ആ സബ്സ്റ്റൻസിന്റെ അളവ് നമ്മൾ വേ ചെയ്തതിനേക്കാൾ കുറവായിരിക്കും. ഒരു ഉദാഹരണം പറയാം, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്, അത് സോളിഡ് ഫോമിലാണുള്ളത്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു 20 ഗ്രാം നമ്മൾ കൃത്യമായിട്ട് വേ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ അളവ് 20 ഗ്രാം ഉണ്ടാകണമെന്നില്ല. കാരണം അതിൽ കുറച്ച് വാട്ടർ ഇംപ്യൂരിറ്റി ഉണ്ടാകും. ഇങ്ങനെയുള്ളവയെ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുക. നേരിട്ട് ഒരു അളവുകോലായിട്ട് ഇവയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കാലിബ്രേഷൻ പർപ്പസിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോ ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഏകരൂപത്തിലാക്കുക എന്നുള്ളതാണ്. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാം പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ് ഉപയോഗിക്കുക. അപ്പൊ പ്യൂരിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള വാട്ടർ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള ഘടകങ്ങളുള്ള സെക്കൻഡറി സ്റ്റാൻഡേർഡുകളെ ഏകീകരിക്കാനായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആണ് നാം ഉപയോഗിക്കുക. അപ്പൊ 4 രീതിയിൽ ലബോറട്ടറി റിയേജന്റ് ഗ്രേഡ് അഥവാ LR റിയേജന്റ്, അനാലിറ്റിക്കൽ റിയേജന്റ് ഗ്രേഡ് അഥവാ AR റിയേജന്റ്, പ്രൈമറി സ്റ്റാൻഡേർഡ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ഇതാണ് ബയോകെമിസ്ട്രിയിൽ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന റിയേജന്റുകളുടെ ഒരു കാറ്റഗറൈസേഷൻ. അടുത്തത് സൊല്യൂഷൻസ് ആണ്. എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഇസ് എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് സൊല്യൂട്ട് ഇൻ സോൾവെന്റ്. സൊല്യൂഷന് ലായനി എന്നാണ് നാം മലയാളത്തിൽ പറയുന്നത്. ഉദാഹരണം നമുക്ക് സോഡിയം ക്ലോറൈഡ്, സലൈൻ, ഫസ്റ്റ് ഇയറിൽ ലാബിൽ നാം ഉണ്ടാക്കിയിട്ടുണ്ട്, നോർമൽ സലൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നോർമൽ സലൈനില് സോഡിയം ക്ലോറൈഡ് ആണ്, അതിൽ സൊല്യൂട്ട് വാട്ടർ ആണ്, സോൾവെന്റ്. അപ്പൊ എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ് എന്നുള്ളത് വ്യക്തമായല്ലോ. എ ഹോമോജീനസ് മിക്സ്ചർ. ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തും, ഏത് ഭാഗത്തും, ആ സൊല്യൂഷന്റെ മേൽത്തട്ടിലോ താഴെ ഭാഗത്തോ വശങ്ങളിലോ മധ്യഭാഗത്തോ എവിടെ നോക്കിയാലും അതിലുള്ള സൊല്യൂട്ടിന്റെ കണ്ടന്റ്, സൊല്യൂട്ടിന്റെ അളവ് ഒരേപോലെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ആ സൊല്യൂഷനെയാണ് നാം ഹോമോജീനസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഇനി വ്യത്യസ്ത തരത്തിലുള്ള സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെർസെന്റേജ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, മോളാർ സൊല്യൂഷൻ, നോർമൽ സൊല്യൂഷൻ, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻസിൽ എല്ലാം സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. പക്ഷെ ആ സൊല്യൂട്ട് എത്രമാത്രം അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എപ്രകാരമാണ്, അതിന്റെ അളവ് എപ്രകാരമാണ് നാം എക്സ്പ്രസ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യസ്ത രീതിയിലുള്ള സൊല്യൂഷൻസ്. പെർസെന്റേജ് സൊല്യൂഷൻ. എന്താണ് പെർസെന്റേജ് സൊല്യൂഷൻ? പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100ൽ എത്ര എന്നുള്ളതിനാണ് നാം പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വിഷയത്തിന് 90% മാർക്ക് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ 100ൽ 90 മാർക്ക് കിട്ടി. അല്ലെങ്കിൽ
50 ഔട്ട് ഓഫ് 50 നമുക്ക് 45 45 കിട്ടിയെങ്കിൽ അത് ശതമാനത്തിലേക്ക് ആക്കുമ്പോൾ 100ലേക്ക് ആക്കുമ്പോൾ നമുക്കറിയാം 90 അതായത് 50 മാർക്കിൽ 45 മാർക്ക് കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം അത് 100ലേക്ക് ആകുമ്പോൾ 90 മാർക്ക് കിട്ടി, 90%. അപ്പൊ 100 ഘടകങ്ങളിൽ എത്ര ഘടകം എന്നുള്ളതാണ് പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പെർസെന്റേജ് സൊല്യൂഷനിൽ ഒന്നാമത്തത് W/V, വെയിറ്റ് ബൈ വോളിയം. ഇതിന്റെ എക്സ്പാൻഷൻ അങ്ങനെയാണ്, വെയിറ്റ് ബൈ വോളിയം പെർസെന്റേജ് സൊല്യൂഷൻ. It indicates mass of solute in 100 ml of solution. 100 ml സൊല്യൂഷനിൽ എത്ര എമൗണ്ട്, എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര മില്ലിഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് വെയിറ്റ് ബൈ വോളിയം പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. 1% saline contain 1 gram sodium chloride in 100 ml of solution. 1% സലൈൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സോഡിയം ക്ലോറൈഡ് 100 ml സൊല്യൂഷനിൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 100 ml സൊല്യൂഷനിലാണ്, 100 ml സൊല്യൂട്ടിലല്ല. അപ്പൊ എങ്ങനെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും? ദ റിക്വയർഡ് എമൗണ്ട് ഈസ് വെയ്ഡ്. റിക്വയർഡ് എമൗണ്ട് ഈ കേസിലാണെങ്കിൽ 1 ഗ്രാം ആണ് റിക്വയർഡ് എമൗണ്ട്. ദ റിക്വയർഡ് എമൗണ്ട് ഈസ് വെയ്ഡ് ഔട്ട് ആൻഡ് ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ്. അങ്ങനെ അതിനെ തൂക്കിയെടുത്തിട്ട് വെയ് ചെയ്തെടുത്തിട്ട് വെയിങ് അപ്പാരറ്റസിൽ വെയ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനെ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു. ഈ കേസിൽ വാട്ടർ ആണ് സോൾവെന്റ്, അതുകൊണ്ട് നമ്മൾ അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. ആൻഡ് ദ ഫൈനൽ വോളിയം ഈസ് മെയ്ഡ് അപ്പ്. ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 100 ml ആണ്. ഈ കേസിൽ നമുക്ക് ഇതൊരു 50 ml വാട്ടറിൽ ഈ 1 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് ഫൈനൽ വോളിയം 100 ml ആക്കുക. ഒരിക്കലും 100 ml വാട്ടർ എടുത്ത് അതിലേക്ക് 1 ഗ്രാം സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യരുത്. നമുക്ക് അവസാനം കിട്ടുന്ന ഫൈനൽ വോളിയം ആണ് 100 ml ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഫൈനൽ വോളിയം എത്രയാണോ അതിലേക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യുക. അപ്പോ വെയിറ്റ് ബൈ വോളിയം സൊല്യൂഷൻ പെർസെന്റേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100 ml സൊല്യൂഷനിൽ എത്ര എമൗണ്ട്, എത്ര വെയിറ്റ്, അതിപ്പോ ഗ്രാമിലോ മില്ലിഗ്രാമിലോ എങ്ങനെയെങ്കിലും ആകാം, അത് എത്രയുണ്ട് എന്നുള്ളതാണ് വെയിറ്റ് ബൈ വോളിയം പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോർമൽ സലൈൻ ഉണ്ടാക്കാൻ വേണ്ടി നാം കഴിഞ്ഞ വർഷം പഠിച്ചു 0.85 ഗ്രാം 0.85 ഗ്രാം സോഡിയം ക്ലോറൈഡിനെ 100 ml സൊല്യൂഷൻ ആക്കി മാറ്റിയാൽ, 100 ml സൊല്യൂഷൻ ആക്കിയാണ് മാറ്റേണ്ടത്, ഫൈനൽ സൊല്യൂഷന്റെ വോളിയമാണ് 100 ml. 100 ml സൊല്യൂഷൻ ആക്കി മാറ്റിയാൽ അത് നോർമൽ സലൈൻ ആണ്. ഇപ്രകാരം നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഏത് വസ്തുവിനെയും വെയിറ്റ് ബൈ വോളിയം പെർസെന്റേജ് സൊല്യൂഷനിലാക്കി മാറ്റാൻ പറ്റും. സോളിഡ് ആയിട്ടുള്ള വെയിറ്റ്, മനസ്സിലായി, സോളിഡ് ആയിട്ടുള്ള ഏത് കെമിക്കലിനെയും നമുക്ക് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ട് വെയിറ്റ് ബൈ വോളിയം പെർസെന്റേജ് സൊല്യൂഷൻ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തത് വോളിയം ബൈ വോളിയം പെർസെന്റേജ് ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. വോളിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ലിക്വിഡിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലിക്വിഡ് ആയിട്ടുള്ള കെമിക്കൽസിനാണ് വോളിയം ബൈ വോളിയം പെർസെന്റേജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl കേട്ടിട്ടുണ്ടാവും. HCl എന്ന് പറഞ്ഞാൽ അത് ഒരു ലിക്വിഡ് ആണ്, ദ്രാവക അവസ്ഥയിലുള്ളതാണ്. 5% ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് അളന്നെടുക്കുക. എന്നിട്ട് അതിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഫൈനൽ വോളിയം 100 ml ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അവസാനം കിട്ടേണ്ട വോളിയം 100 ml ആയിരിക്കണം. ഈ സൊല്യൂഷൻ 5% HCl ആണ്. ഇപ്പൊ 20% HCl ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നാം ചെയ്യേണ്ടത് 20 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഫൈനൽ വോളിയം 100 ml ആക്കി മാറ്റുക. അപ്പൊ 100 ml എത്ര വോളിയം ഉണ്ട് എന്നുള്ളതാണ് വോളിയം ബൈ വോളിയം പെർസെന്റേജ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത് ഒരു കാറ്റഗറി ഉണ്ട്, വെയിറ്റ് ബൈ വെയിറ്റ് വോളിയം. അതായത് നിശ്ചിത 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് വെയിറ്റ് ബൈ വെയിറ്റ് പെർസെന്റേജ് സൊല്യൂഷൻ. അത് ഈ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ അത്ര വലിയൊരു ആപ്ലിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ പെർസെന്റേജ് സൊല്യൂഷൻ രണ്ട് രീതിയിലുള്ളതുണ്ട്, വെയിറ്റ് ബൈ വോളിയവും വോളിയം ബൈ വോളിയവും. Saturated solution. Saturated solution contain maximum amount of solute.
സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടതാണ്. എങ്ങനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക? നമ്മൾ ആദ്യം സോൾവെന്റ് എടുക്കുന്നു, ആ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, സൊല്യൂട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനെ പരമാവധി ഡിസോൾവ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ആഡ് ചെയ്യുമ്പോൾ അവസാനം പരമാവധി ഡിസോൾവ് ചെയ്തതിനു ശേഷം കുറച്ച് സൊല്യൂട്ട് അവിടെ ഡിസോൾവ് ചെയ്യാതെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. ഇപ്പോ ഉപ്പ് ലായനി, വീടുകളിലൊക്കെ ഉപ്പ് ലായനി ഉണ്ടാക്കാറുണ്ട്, കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ലായനി ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഉപ്പ് ലായനി ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് അതിന്റെ അടിഭാഗത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം അതിൽ കുറച്ച് ഡിസോൾവ് ചെയ്യാത്ത ഉപ്പ് അവിടെ ബാക്കി കിടക്കാറുണ്ടാവും. അപ്പൊ ആ സൊല്യൂഷൻ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. അതായത് പരമാവധി എത്ര ഡിസോൾവ് ചെയ്യാവുന്നു അത്രമാത്രം ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷനെയാണ് നാം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് മോളാർ സൊല്യൂഷൻ ആണ്. മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1000 ml അഥവാ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇതൊരു ലിറ്റർ സൊല്യൂഷൻ ആണ്. സൊല്യൂഷന്റെ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ അഥവാ 1000 ml ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. അപ്പൊ ഫൈനൽ വോളിയം 1000 ml. ശ്രദ്ധിക്കുക, ഈ 1000 ml എത്ര ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സൊല്യൂട്ട് ഉണ്ട് എന്നാണ് നാം നോക്കുക. 1000 ml എത്ര ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സൊല്യൂഷൻ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സൊല്യൂട്ട് എന്നാണ്. അപ്പൊ അതിനാദ്യം നമ്മൾ അറിയേണ്ടത് മോളിക്കുലാർ വെയിറ്റ് എന്താണെന്ന് അറിയണം. മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ, ഒരു സംയുക്തത്തിലുള്ള ഓരോ ആറ്റങ്ങളുടെയും ആറ്റമിക് വെയിറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് മോളിക്കുലാർ വെയിറ്റ്. ഉദാഹരണം നോക്കുക, സോഡിയം കാർബണേറ്റ് Na2CO3, സോഡിയം കാർബണേറ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ Na2 ആണ്, 2 സോഡിയത്തിന്റെ വെയിറ്റ് കൂട്ടണം, കാർബണിന്റെ അതുപോലെ 3 ഓക്സിജന്റെ, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് സോഡിയം കാർബണേറ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് ആയ 106 ഗ്രാം. അപ്പോ മോളിക്കുലാർ വെയിറ്റ് ഓഫ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് 106 ഗ്രാം ആണ്. മോളിക്കുലാർ വെയിറ്റ് എന്തെന്ന് മനസ്സിലായി. ഇനി 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് ഇൻ ഗ്രാംസ്. ഈ 106 അതിന്റെ മോളിക്കുലാർ വെയിറ്റ് ആണ്. അതിനെ ഗ്രാം എന്ന് ചേർത്ത് പറഞ്ഞാൽ അത് 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ആയി. ഉദാഹരണം, 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഓഫ് സോഡിയം കാർബണേറ്റ് ഈസ് ഈക്വൽ ടു 106 ഗ്രാം. 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് 106 ഗ്രാം ആണ്. മറ്റൊരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലാർ വെയിറ്റ് 40 ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലാർ വെയിറ്റ് 40 ആണ്. അപ്പോൾ 1 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ 40 ഗ്രാം ആയിരിക്കും. 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ 106 ഗ്രാം ആണ്. അതായത് ഏത് കോമ്പൗണ്ട് ആണെങ്കിലും ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ വെയിറ്റിനെ ഗ്രാമിൽ പറഞ്ഞാൽ that is equal to 1 gram molecular weight. അപ്പൊ ഇവിടെ ഈ മോളാർ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. It indicates the number of gram molecular weight solute present in 1000 ml. അപ്പൊ 1 ലിറ്റർ സൊല്യൂഷനില് ഇപ്രകാരമുള്ള എത്ര ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സൊല്യൂട്ട് ഉണ്ട് എന്നാണ് നാം നോക്കുക. ഈ ഉദാഹരണം ശ്രദ്ധിക്കുക. ടു പ്രിപ്പയർ 1 മോളാർ സൊല്യൂഷൻ. അപ്പൊ 1 മോളാർ സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ സൊല്യൂഷനില് 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസ് ഉണ്ടെന്നാണ്. 1 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ സോഡിയം കാർബണേറ്റിന്റെ കേസിലാണെങ്കിൽ 1 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സോഡിയം കാർബണേറ്റ് വെയ് ചെയ്യുക. 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ 106 ഗ്രാം ആണ്. 106 ഗ്രാം സോഡിയം കാർബണേറ്റ് നമ്മൾ വെയ് ചെയ്യുക. എന്നിട്ട് അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അതിന്റെ ഫൈനൽ വോളിയം 1000 ml ആക്കുക. അപ്പൊ ഫൈനൽ വോളിയം 1000 ml ആക്കിയാൽ അതിന്റെ അർത്ഥം ആ സൊല്യൂഷൻ 1 മോളാർ ആണ്. അപ്പൊ 1 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ 1 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക. 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ 40 ഗ്രാം ആണ്. 40 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഫൈനൽ വോളിയം
1000 ml ആക്കിയാൽ അത് 1 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, മോളിക്കുലാർ വെയിറ്റിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഗ്രാം മോളിക്കുലാർ വെയിറ്റ്. ഒരു ഗ്രാം മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിന്റെ മോളിക്കുലാർ വെയിറ്റ് അതിനെ ഗ്രാമിൽ പറയുന്നതാണ്. ഈ ഉദാഹരണത്തിൽ സോഡിയം കാർബണേറ്റിനെ സംബന്ധിച്ച് അതിന്റെ മോളിക്കുലാർ വെയിറ്റ് 106 ആണ്. അപ്പൊ അതുകൊണ്ട് 1 ഗ്രാം മോളിക്കുലാർ വെയിറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ 106 ഗ്രാം ആണ്. ഈ 106 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഫൈനൽ വോളിയം 1000 ആക്കിയാൽ അതിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നോർമൽ സൊല്യൂഷൻ പലപ്പോഴും ലാബുകളിൽ നാം കാണാറുണ്ട്. നോർമൽ 1 നോർമൽ 2 നോർമൽ അങ്ങനെ പല രീതിയിൽ നോർമൽ സൊല്യൂഷനെ കുറിച്ച് കാണാറുണ്ട്. നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നോർമൽ അബ്നോർമൽ എന്നുള്ള നോർമൽ അല്ല, നോർമാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ് നോർമൽ സൊല്യൂഷൻ. It indicates the number of gram equivalents of solute present in 1000 ml of solution. മോളാർ സൊല്യൂഷനിൽ നമ്മൾ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ആയിരുന്നു. ഇവിടെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ദ നമ്പർ ഓഫ് ഗ്രാം ഈക്വലന്റ് വെയിറ്റ്. ഗ്രാം മോളിക്കുലാർ വെയിറ്റിന് പകരം ഗ്രാം ഈക്വലന്റ് വെയിറ്റ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1000 ml of solution. എന്താണ് ഗ്രാം ഈക്വലന്റ് നോക്കുക. ഗ്രാം ഈക്വലന്റ് ഈസ് ഈക്വൽ ടു ഈക്വലന്റ് വെയിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഇപ്പൊ ഗ്രാം മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആയിരുന്നു. ഗ്രാം ഈക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലന്റ് വെയിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അപ്പൊ എന്താണ് ഈക്വലന്റ് വെയിറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഈക്വലന്റ് വെയിറ്റ് അതിന്റെ ഡെഫിനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി. മോളിക്കുലാർ വെയിറ്റ് കണ്ടെത്താൻ നമുക്കറിയാം, കഴിഞ്ഞ സ്ലൈഡിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ആ മോളിക്കുലാർ വെയിറ്റിനെ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈക്വലന്റ് വെയിറ്റ്. ഉദാഹരണം, സോഡിയം കാർബണേറ്റിന്റെ ഈക്വലന്റ് വെയിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സോഡിയം കാർബണേറ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് 106 ആണ്, അതിന്റെ വാലൻസി 2 ആണ്. അപ്പോ ഈക്വലന്റ് വെയിറ്റ് ഓഫ് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് ആയ 106നെ അതിന്റെ വാലൻസി ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 53 ആണ് ഈക്വലന്റ് വെയിറ്റ് ഓഫ് സോഡിയം കാർബണേറ്റ്. സോ 1 gram equivalent of sodium carbonate, 1 gram equivalent of sodium carbonate എന്ന് പറഞ്ഞാൽ 53 gram ആണ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടത് 1 gram molecular weight of sodium carbonate എന്ന് പറഞ്ഞാൽ 106 gram ആയിരുന്നു. 1 gram equivalent weight എന്ന് പറഞ്ഞാൽ 53 gram ആണ്. കാരണം മോളിക്കുലാർ വെയിറ്റിനെ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈക്വലന്റ് വെയിറ്റ് നമുക്ക് കിട്ടുക. അപ്പൊ 1 gram equivalent weight of sodium carbonate എന്ന് പറഞ്ഞാൽ 53 gram ആണ്. To prepare 1 normal sodium carbonate, dissolve 53 gram sodium carbonate in water and make the final volume to 1000 ml. അപ്പോൾ ഒരു നോർമൽ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത് 53 ഗ്രാം. ഈ 53 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈക്വലന്റ് വെയിറ്റിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. 53 ഗ്രാം സോഡിയം കാർബണേറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫൈനൽ വോളിയം 1000 ml ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷന്റെ നോർമാലിറ്റി 1 ആയിരിക്കും. അപ്പോൾ 1 നോർമൽ സൊല്യൂഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാക്കുക. ചില വസ്തുക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വാലൻസി 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വാലൻസി 1 ആയതുകൊണ്ട് തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലാർ വെയിറ്റിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നില്ല. അതിന്റെ അർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഈക്വലന്റ് വെയിറ്റും മോളിക്കുലാർ വെയിറ്റും തുല്യമായിരിക്കും. അങ്ങനെയുള്ള സൊല്യൂഷൻ മോളാർ സൊല്യൂഷന്റെയും നോർമൽ സൊല്യൂഷന്റെയും ഗാഢത, അതായത് അതിന് വേണ്ടി വരുന്ന സൊല്യൂട്ടിന്റെ അളവ് സെയിം ആയിരിക്കും. അപ്പൊ വാലൻസി മാറുമ്പോഴാണ് മൊളാരിറ്റിയും നോർമാലിറ്റിയും തമ്മിൽ വ്യത്യസ്തത വരുന്നത്. ഇപ്പൊ സോഡിയം കാർബണേറ്റിനെ സംബന്ധിച്ച് അതിന്റെ വാലൻസി 2 ആയതുകൊണ്ടാണ് ഈക്വലന്റ് വെയിറ്റ് മോളിക്കുലാർ വെയിറ്റിന്റെ പകുതി ആകുന്നത്, മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡ് ബൈ 2 ആകുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡിന് നോർമാലിറ്റി 1 തന്നെ ആയതുകൊണ്ട് 1 ആയതുകൊണ്ട് മോളിക്കുലാർ വെയിറ്റും ഈക്വലന്റ് വെയിറ്റും സെയിം ആയിരിക്കും. ഇപ്പൊ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഈ കാര്യം തറവായിട്ട് മനസ്സിലാക്കുക. അവസാനമായി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ വിത്ത് നോൺ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാലിബ്രേഷൻ. സൊല്യൂഷൻ വിത്ത് നോൺ കോൺസെൻട്രേഷൻ, നമുക്ക് കൃത്യമായിട്ട്
അറിയാവുന്ന കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുക. ഇപ്പൊ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ അതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബ്ലഡിലുള്ള ഒരു ഘടകത്തിന്റെ, ഇപ്പൊ എക്സാമ്പിൾ ഗ്ലൂക്കോസിന്റെ അളവ് നമുക്ക് അറിഞ്ഞുകൂടാ, അറിയാത്ത ഒന്നാണ്. അറിയാത്ത ഒന്നിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അറിയുന്ന ഒന്നുമായിട്ട് കമ്പയർ ചെയ്താലാണ് അറിയാത്ത ഒന്നിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പൊ ഉദാഹരണം, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അളക്കാൻ വേണ്ടിയിട്ട് ഒന്നിലൊരു ടേപ്പോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ എന്തെങ്കിലും ഒരു അറിയാവുന്ന അളവുള്ള ഒരു വസ്തു വേണം. അതേപോലെ തന്നെയാണ് ഇപ്പൊ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് എത്ര എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ അറിയുന്ന കോൺസെൻട്രേഷൻ ഉള്ള ഒന്നുമായിട്ട് കമ്പയർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ നമുക്ക് സൊല്യൂഷൻ വിത്ത് നോൺ കോൺസെൻട്രേഷൻ, അറിയാവുന്ന കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനെയാണ് നാം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയുമാണ് ബയോകെമിസ്ട്രിയിൽ നമുക്ക് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ്സും അതുപോലെ പിന്നീട് എസ്റ്റിമേഷൻസിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. ഈ സൊല്യൂഷൻസിന്റെ കാര്യങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെങ്കിൽ ഈ വർഷം പഠിക്കുന്നതാണ്. എങ്കിലും കുറെ കൂടി എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ സൊല്യൂഷൻസിന്റെ കാര്യം നമുക്ക് തറവായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ.